എല്ലാവർക്കും കേൾക്കാൻ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? റൈറ്റ്. ബഹുമാനപ്പെട്ട ഷിനു അച്ഛൻ മർത്തമറിയ സമാജത്തിന്റെ ന്യൂസിലാൻഡ് റീജിയനിലെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവർക്കും തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. ഈ പറഞ്ഞതുപോലെ ചുളുവിൽ ന്യൂസിലാൻഡിൽ വന്ന് നിങ്ങളെല്ലാവരെയും സന്ദർശിച്ചതിൻ്റെ ഒരു പ്രതീതിയാണ്. നിങ്ങളുടെ മുഖങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ആ പേരുകൾ കാണുമ്പോൾ ഏറെ സന്തോഷം. എല്ലാവരും ക്ഷേമമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ റീജിയണൽ സെക്രട്ടറി സ്വാഗതം ചെയ്തപ്പോൾ നമ്മുടെ ഫേബ പറയുകയുണ്ടായി, കഴിഞ്ഞ 2 ക്ലാസ്സുകൾ വളരെയേറെ ആയിരുന്നു എന്ന് പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ ഉള്ളിലൊരു ഭയം, അത്ര തക്കോണം ആകത്തില്ല. കാരണം ഷിനോച്ചനെ പോലെ ഇത്രയേറെ പരിചയസമ്പത്തും അനുഭവ സമ്പത്തും ഉള്ള വ്യക്തിത്വങ്ങൾ എല്ലാവരും ഉള്ളപ്പോൾ അത്രയും ഒന്നും ആകത്തില്ലെങ്കിലും ഒരു എളിയ പരിശ്രമം നമുക്ക് നടത്താം. റൂത്ത് ആൻഡ് എസ്തർ, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ 2 കഥാപാത്രങ്ങൾ, ഇതിനോടനുബന്ധിച്ചുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ അതിനുള്ള ഉത്തരങ്ങളും ഇതെല്ലാം കണ്ടു കാണും. പക്ഷേ ഈ 2ാമത്തെ ചാപ്റ്റർ റൂത്ത് ബോവസിന്റെ വയലിലേക്ക് എന്നുള്ള ആ ഒരു ഇത് വളരെയേറെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. അതിനു മുൻപ് നമ്മുടെ ഈ കാര്യങ്ങൾ, ഈ പ്രാർത്ഥനകൾ ബാക്കിയുള്ളതും എല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലായിടത്തും അതിൻ്റെതായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ എല്ലായിടത്ത് നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് എല്ലാവരും ശ്രേഷ്ഠമായ രീതിയിൽ ഇതിൽ പങ്കെടുക്കുകയും ഈ എക്സാമിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കുവാൻ തക്കോണം നിങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ റൂത്ത് ബോവാസിന്റെ വയലിലേക്ക്, ഇതിന്റെ തുടക്കം നമുക്ക് അറിയാം. റൂത്ത് നവോമി തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തെ കുറിച്ചും ഇതെല്ലാം നമുക്ക് ഏവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ 2ാമത്തെ ചാപ്റ്റർ 2 ഭാഗമായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഈ 2ാമത്തെ ചാപ്റ്റർ 2 ഭാഗമായിട്ട്, അതായത് 1 മുതൽ 13 വരെയുള്ള വേദവാക്യം ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടും ഫസ്റ്റ് പാർട്ടായിട്ടും, ആൻഡ് 14 മുതൽ 23 വരെയുള്ള വേദഭാഗം സെക്കൻഡ് പാർട്ടായിട്ടും നമുക്ക് ഇവിടെ അത് കാണുവാൻ തക്കോണം സാധിക്കുന്നു. ബോവാസ് എലിമലേക്കിന്റെ ചാർച്ചക്കാരനാണെന്നും എല്ലാം ഇവിടെ ആദ്യം അവര് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ അളവറ്റ ഒരു കരുതൽ സാധാരണ ദൈനംദിന ജീവിതത്തിലും ദൈവത്തിന്റെ ഒരു അസാധാരണമായ ഒരു ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളത് ഈ 2ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും. അത് വെറുതെ വായിച്ചു പോയാൽ ഒരു പക്ഷേ റൂത്ത് ബോവാസിന്റെ വയലിലേക്ക് പോയി അവിടെ ഉണ്ടായ കാര്യങ്ങൾ എന്താണ്, ഇറ്റ്സ് ജസ്റ്റ് എ മിയർ ഇവന്റ്സ് എന്നുള്ള രീതിയിൽ നമുക്കത് തോന്നിയുള്ളൂ. ബട്ട് ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഓരോന്നും അത് വളരെ വ്യക്തമായി ആഴത്തിലേക്ക് എടുത്ത് ചിന്തിച്ചു നോക്കിയാൽ ഇത് ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അമൂല്യമായ ഓരോ സന്ദേശങ്ങൾ അവിടെ നൽകുന്നു എന്നുള്ളതാണ്. 1 മുതൽ 3 വരെയുള്ള വേദഭാഗം ഒന്ന് വായിക്കാം, വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 1 മുതൽ 3 വരെയുള്ളത്. ഹലോ, ആരെങ്കിലും ഒന്ന് വായിച്ചോട്ടെ. അതാ, ദയവായി എല്ലാവരും വേദപുസ്തകം ഓപ്പൺ ചെയ്ത് വെക്കണേ. ഡ്യൂട്ടിയിൽ ഇല്ലാത്തവർ വായിര. അതാ, വായിച്ചോ.
നവോമിക്ക് തന്റെ ഭർത്താവായ എലിമലേക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അവന് ബോവസ് എന്നു പേർ. എന്നാൽ മോവാബി സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലിമലേക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിൽ ആയിരുന്നു ചെന്നത്. ഉം. അപ്പോൾ ഇതാ ബോവസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ ഇവിടെ എല്ലാം ഇത് വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഇതൊരു മിയർ കോയിൻസിഡൻസ് ആണ്. ഇറ്റ് ഇസ് നോട്ട് എ മിയർ കോയിൻസിഡൻസ്, റാദർ ഇത് ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പറഞ്ഞ ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം, അദൃശ്യമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ട്. ആരാണ് പറഞ്ഞത് വയലിലേക്ക് പോകുന്നു എന്നുള്ളത്? നമ്മുടെ നിങ്ങൾക്കൊരു പക്ഷെ അറിയാം, നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ജസ്റ്റ് ഞാൻ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും കൂടെ ഇത് ചെയ്യണം. ഇറ്റ് ഈസ് ആൻ ഇന്ററാക്ഷൻ. ആരാണ് പറഞ്ഞത് വയലിലേക്ക് പോകാമെന്ന്? എന്തോ കേൾക്കാൻ റൂത്തെന്നാ ഞാൻ കേട്ടത്. അതെ, റൂത്ത് ആണ് പറഞ്ഞത് ഞാന് വയലിലേക്ക് പോകാമെന്ന്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വെറുതെ അല്ല റൂത്ത് പറഞ്ഞത്. റൂത്ത് പറയുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്താണ് ആ ബാക്ക്ഗ്രൗണ്ട്? റൂത്ത് നവോമിക്ക് നൽകിയ ഒരു വലിയ അഷ്യൂറൻസ് ആണ്. എന്താണ് അഷ്യൂറൻസ്? നമുക്ക് മനഃപ്പാഠമാക്കാനുള്ള വാക്യമാണ്. എന്താണ് അഷ്യൂറൻസ്? ഇനി ആരും നോക്കാനൊന്ന് പറഞ്ഞേ ആ വാക്യം എന്തുവാ? എന്റെ ദേശം എന്റെ ദേശം നിന്റെ ദേശം. അതാണ് ഒരു റീക്യാപ്പ്. നമ്മൾ സാധാരണ ഒരു റീക്യാപ്പ് നടത്തിയിട്ട് ഇതിലേക്ക് കയറേണ്ടതാ. പക്ഷെ ഷിനോ അച്ഛൻ പറഞ്ഞു, അച്ഛൻ 25 മിനിറ്റ് കൂടുതൽ എടുക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞ് എന്നെ വിലക്കിയത് കൊണ്ടാണ് റീക്യാപ്പിലേക്ക് പോകാഞ്ഞത്. എന്താണ് ആ വാക്യം? എന്താണ് ആ വാക്യം? അറിയത്തില്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് യാതൊരുവിധ പ്രയോജനമില്ല. കാരണം ഇതിന്റെ കംപ്ലീറ്റ് ക്രക്സ് ആ വാക്യത്തിലാണുള്ളത്. എന്താണ് ആ വാക്യം? പറഞ്ഞേ. നിന്നെ വിട്ടുപിരിയാനും പറഞ്ഞോ. നിന്നെ വിട്ടുപിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. അങ്ങനെ വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്, അത് ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അതാണ് ഇവിടെ രൂത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. എന്താണ്? ഷീ വാസ് എ ഡെയറിംഗ് വുമൻ and she took a great decision in her life, that is to follow Naomi all through her life. എവിടെ പോകുന്നിടത്തെല്ലാം നിന്റെ ജനം എൻ്റെ ജനമാണ്. അത് അക്ഷരാർത്ഥത്തിൽ താൻ പാലിക്കുകയും ചെയ്തു. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ റൂത്ത് പറയുന്നു, ഞാൻ അവിടെ വയലിലേക്ക് ഞാൻ പോകാം എന്ന് റൂത്ത് അവിടെ പറയുകയും അതനുസരിച്ച് അവിടെ പോവുകയും ചെയ്യുന്നു. ബേത്ലഹേമിലേക്ക് ചെന്ന് അവിടെ റൂത്ത് അവിടെ പോകുന്നു. ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. കറക്റ്റായിട്ട് ആരുടെ വയലിലേക്ക് പോയി? പോയത് ബോവാസിന്റെ വയലിലേക്ക് പോയി. ബോവാസിന്റെ വയലിലേക്ക് പോയി അവിടെ ബോവാസിനെ കണ്ടുമുട്ടുകയും തുടർന്ന് എന്താണ് അവിടെ സംഭവിച്ചത്? തുടർന്നുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. ബോവാസിനെ കണ്ടുമുട്ടിയ ശേഷം നടന്നു. അപ്പോൾ ഇതാ ബോവസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. കൊയ്ത്തുകാരുടെ മേലാളിയായിരുന്ന ഭൃത്യനോട്, ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ, ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവോമിയോട് കൂടെ വന്ന മോവാബി യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്നുത്തരം പറഞ്ഞു. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടെ വിടുകയും വേണ്ട. ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക.
അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരി വച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിമയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, യജമാനനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം, കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്ന് തൃപ്തനായി ശേഷിക്കുകയും ചെയ്തു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുതെന്ന് കൽപ്പിച്ചു. ഇങ്ങനെ നമുക്ക് അവിടെ വരെ എത്താം. അപ്പോൾ എന്താണ് ആ വയലിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അവിടെ മനസ്സിലായി. ഇവിടെ ഉള്ള ചോദ്യങ്ങൾ, അതായത് ആദ്യമേ ഒരു കാര്യം ചോദിച്ചു, ഈ വയലിലേക്ക് പോകുന്നത് റൂത്താണ്, നവോമി അല്ല. റൂത്താണ് പറയുന്നത് ഞാൻ വയലിലേക്ക് പോകുന്നുവെന്ന്. ഈ വീണ്ടെടുപ്പിന്റെ ഒരു മുൻകുറി നമുക്കിവിടെ കാണുവാൻ തക്കോണം സാധിക്കും. എന്താണ് ഈ വീണ്ടെടുപ്പിന്റെ മുൻകുറി എന്നുള്ളത്, അതിലേക്ക് നമുക്ക് വരാം. അതായത് രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്, യഹൂദരിലൂടെയാണ് രക്ഷ ലഭിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത വളരെ പ്രസക്തമായിരുന്നു. യഹൂദരിലൂടെ ആ രക്ഷ വരുന്നുവെങ്കിലും പുറജാതിക്കാരാണ് ആദ്യം ആ രക്ഷ അനുഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചന ഇവിടെ നമുക്ക് അത് മുൻകുറിയായിട്ട് കാണുവാൻ നമുക്കത് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് എ പ്രീകഴ്സർ ഓഫ് റിഡംഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു വീണ്ടെടുപ്പ് യഹൂദരിലൂടെയാണ് രക്ഷ ലഭിക്കുന്നത്. പക്ഷെ അത് ആദ്യം മുൻകുറിയായിട്ട് അനുഭവിക്കുന്നത് പുറജാതിക്കാരാണ്. അതായത് വേർപാടിന്റെ സകലവിധ നടുച്ചുവരും അവിടെ തകർത്തപ്പെട്ട് എല്ലാവരും ഒരുമിക്കുന്ന ഒരു പ്രക്രിയയാണ്. അവിടെ ആ വയലിലേക്ക് പോകുന്നു, കറ്റകളുടെ ഇടയിൽ അത് പെറുക്കുവാൻ തക്കോണം ഉള്ള കാര്യം പറയുന്നു. ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് ബോവാസ് ഇത് ആദ്യമായിട്ടാണോ, ഇത് ബോവാസ് റൂത്തിനെ കണ്ടുകൊണ്ട് ഇത് ആദ്യമായിട്ട് പറഞ്ഞതാണോ, അതോ ഇത് നേരത്തെയും അവിടെ നടക്കുന്നുണ്ടായിരുന്നു? എന്തായിരുന്നു അവിടെ നടക്കുന്നത്? ഇത് ബോവാസ് റൂത്തിനെ കണ്ടുകൊണ്ട് പറഞ്ഞതാണോ? റൂത്തിനെ കണ്ടോണ്ട് പറഞ്ഞല്ലേ ആണോ? ആന്ന് തോന്നുന്നു. നേരത്തെ കണ്ടതായിട്ട് നമ്മൾ വായിക്കുന്നില്ലല്ലോ. അല്ല, നേരത്തെ ഈ ഒരു പ്രക്രിയ, അതായത് ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇത് പിറക്കുന്ന ഒരു പ്രക്രിയ നേരത്തെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഉണ്ടായിരുന്നു. എവിടെയാണ്? മറ്റു പെറുക്കുന്നവരുടെ കൂടെ റൂത്തും പെറുക്കിക്കോട്ടെ എന്ന് ആണ് ബോവാസ് എന്നാ പറയുന്നത് അതിനകത്ത്. യെസ്, മറ്റ് പെറുക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് റൂത്തും പെറുക്കട്ടെ. ഇതിന് ഒരു പ്രത്യേക കാരണമുണ്ട്, അത് പറയാമോ? ലേവ്യ പുസ്തകം 19-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 9 മുതൽ 10 വരെ. നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികു തീർത്തു കൊയ്യരുത്. നിന്റെ കൊയ്ത്തിൽ കാല പെറുക്കുകയും അരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പറിക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കുകയും അരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു.
യെസ്. അപ്പോൾ ഈ നിയമം പണ്ട് തൊട്ടേ ഉള്ളതായിരുന്നു. എല്ലാവരെയും കരുതുന്ന ആ ഒരു നിയമം, അത് ബോവാസ് വളരെ വ്യക്തമായി പാലിക്കുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് പറയുന്നത് ഇവിടെ റൂത്തൂടെ അവിടെ നിൽക്കട്ടെ എന്നുള്ളത്. ആ കോണ്ടെക്സ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നാം പോയത്. അപ്പോൾ എല്ലാവരെയും കരുതുന്ന ആ ഒരു സമീപനം ഉണ്ടായിരുന്നു. അത് അക്ഷരം പ്രതി ബോവാസ് പാലിച്ചുകൊണ്ട് ഇരുന്നു എന്നുള്ളത് അവിടെ വ്യക്തമാകുന്നു. റൂത്തിനെ കുറിച്ച് നോക്കുന്നു. റൂത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം താൻ ഒരു പരദേശിയാണ്, തൻ്റെ സ്ഥലമല്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും റൂത്ത് അവിടേക്ക് പോകുവാൻ തക്കോണം ഉള്ള ആ ഒരു എഫേർട്ട് എടുക്കുകയാണ്. ഓക്കെ, അവിടേക്ക് പോകുവാനും താൻ ജീവിതം നയിക്കുവാൻ തക്കോണമുള്ള എന്തെങ്കിലും മാർഗം തനിക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടെ താൻ മുൻപോട്ട് റൂത്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ റൂത്ത് മനസ്സ് വെച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് ആ ഒരു ഫേം ഡിറ്റർമിനേഷനോടുകൂടെ റൂത്ത് പോകുന്നു. അവിടെ റൂത്തിന് അനുഗ്രഹം ലഭിക്കുന്നു. ബോവാസിലൂടെ ബോവാസ് തന്നെ തിരിച്ചറിയുകയും തൻ്റെ കഷ്ടപ്പാടുകളെല്ലാം തിരിച്ചറിയുകയും അതിനെ ബോവാസ് മാനിക്കുകയും അതിന് തക്കതായ രീതിയിൽ റൂത്തിനെ അവിടെ വേണ്ടുന്നതായ മറ്റുള്ളവരുടെ ഇടയിൽ റൂത്തിനെ കരുതുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് അവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നു. ഇതാണ് പറഞ്ഞത്. ഈ ഒരു വീണ്ടെടുപ്പുകാരൻ ബോവാസ് യേശുക്രിസ്തുവായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ട്രേസസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ബോവാസ്. എങ്ങനെയാണ് ഇസ് കെയർ, ഇസ് കൺസേൺ, ഓക്കെ, ഇസ് കൺസേൺ ടു ദ നീഡി. ആ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുക, അവരെ എല്ലാം കരുതുക എന്നുള്ളത് അത് യേശുക്രിസ്തുവിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. റൂത്ത് ഈ പറഞ്ഞതുപോലെ മൊവാബിയരാണ്. അപ്പോൾ പുറജാതിക്കാരി ആണെങ്കിൽ പോലും അവൾക്ക് യാതൊരുവിധ കുറവുണ്ടാകരുത്, ആരും അവളെ ഉപദ്രവിക്കരുത്, വേണ്ട രീതിയിൽ അവളെ കരുതണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബോവാസ് അവളെ കൈക്കൊള്ളുന്നു. അവളെ വീണ്ടെടുപ്പുകാരനായിട്ട് ബോവാസ് മാറുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ when you are hardworking, when you are humble, when you are respectful, when you are loyal, God is always there with you എന്നുള്ളതാണ്. റൂത്തിന്റെ ക്വാളിറ്റീസ് ആണ് ഇതൊക്കെ. ഷി വാസ് ഹാർഡ് വർക്കിംഗ്, വളരെയേറെ ബന്ധപ്പെട്ട് കഷ്ടപ്പെടുവാൻ തക്കോണം തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ്. വിനീതയായിരുന്നു. അതേപോലെ തന്നെ അർഹിക്കുന്ന ആദരവ് ഏവർക്കും നൽകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതോടൊപ്പം തന്നെ വളരെയേറെ ദൈവസന്നിധിയിലും തന്നെ സ്നേഹിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കാതെ അവരോട് എല്ലായ്പ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വം നമുക്ക് റൂത്തിൽ കാണുവാൻ തക്കോണം സാധിക്കും. ദീസ് ആർ ദ വെർച്യൂസ് ഓഫ് റൂത്ത്. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ ക്വാളിറ്റീസ് ഓഫ് റൂത്ത്. ഇത് ചിലപ്പോൾ നമുക്ക് ഈ ജനറൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് പെർഹാപ്സ് ഇതിനെ ആസ്പദമാക്കി ജനറൽ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഒരു ഉത്തമയായ ഒരു സ്ത്രീയിൽ ഉണ്ടായിരിക്കേണ്ടുന്നതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ലൈഫിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്നതായ കാര്യങ്ങൾ റൂത്തിന്റെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ വന്നേക്കാം. അതിന് ഈ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ ഓർത്തു വെക്കണം. ഈ ക്വാളിറ്റീസ് എല്ലാം ഒന്ന് പറഞ്ഞ് അത് ഓരോന്നോരോന്നും എക്സ്പാൻഡ് ചെയ്ത് അത് പറയണം. ഓക്കെ, എന്ന് പറഞ്ഞതുപോലെ ബോവാസിനെ കുറിച്ച് നോക്കുമ്പോൾ ബോവാസ് വാസ് എ റിഡീമർ. ഓക്കെ, അത് യേശുക്രിസ്തുവായിട്ട് ഇത് വെച്ച് നോക്കുമ്പോൾ ദ കെയർ, ദ കൺസേൺ, ബോവാസ് ഓൾവേസ് ഒബെയ്ഡ് ദ ലോ. ഓക്കെ, നിയമം എപ്പോഴും പാലിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേവ്യ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ 19-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ നിയമങ്ങളെല്ലാം പരിപൂർണമായി പാലിക്കുകയും അതിനനുസൃതമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. ഓക്കെ, എന്ന് പറഞ്ഞതുപോലെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, ഈ 2-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബോവാസിന്റെ ക്വാളിറ്റീസ് അവിടെ കാണുവാൻ തക്കോണം സാധിക്കും. എന്തൊക്കെയാണ്? 8 മുതൽ 16 വരെ ഒന്ന് വായിച്ചാലും വാക്യങ്ങൾ. ബോവാസ് റൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ
പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട. ഇവിടെ എന്റെ ബാല്യക്കാരോട് കൂടെ ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരി ആയിരിക്കെ നീ എന്നെ വിചാരിക്കുവാൻ തക്കവിധം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ബോവാസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്കു നീ ചെയ്തിരിക്കുന്നതും നിന്റെ അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പ് അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, യജമാനനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുവളെ പോലെയല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവിധം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, കഷണം മുന്തിരി ചാറിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്നു തൃപ്തയായി ശേഷിക്കുകയും ചെയ്തു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിടണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. യെസ്, അപ്പോൾ ഇത് നോക്കിയേ, ഇതെല്ലാം ഈ ക്വാളിറ്റീസ് എല്ലാം ബോവാസിലുള്ള ഈ ക്വാളിറ്റീസ് എന്താണ്? അവിടെ ഒരു കരുതൽ. ഈ ഓഫേഴ്സ് എ പ്രൊട്ടക്ഷൻ, ഈ ഗിവ്സ് ദ പ്രൊവിഷൻ, അതായത് ഭക്ഷണം കഴിക്കുവാനും അതിന് വേണ്ടുന്നതായ എല്ലാവിധ ഒരുക്കങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്യുവാൻ തക്കോണമുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മറ്റുള്ളവരുടെ മുൻപാകെ എല്ലാം ബോവാസ് റൂത്തിന് എല്ലാവിധ കരുതലും എല്ലാവിധ സംരക്ഷണവും എല്ലാവിധ ഒരുക്കങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നു. ബോവാസ് റൂത്തിനെ ഉൾക്കൊള്ളുന്നു. ഒരു പുറജാതിക്കാരിയെ ആയിരുന്നാൽ പോലും തന്നെ ഉൾക്കൊള്ളുന്നു. ഇതെല്ലാം യേശു ക്രിസ്തുവിലും നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. എന്താണ്? The nature of caring, concern for the poor and the needy, concern for the downtrodden, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പുറജാതിക്കാരോടുള്ള കരുതൽ, ഇതെല്ലാം ബോവാസിൽ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ പുതിയ നിയമത്തിൽ നമുക്ക് മറ്റൊരു സംഭവമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാം. അത് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കനാന്യകാരി സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചത്. കനാന്യകാരിയ സ്ത്രീ തൻ്റെ തൻ്റെ ആ ഒരു ഫേം ഡിറ്റർമിനേഷനോടുകൂടെ ദൈവസന്നിധി യേശു തമ്പുരാന്റെ അടുക്കൽ വന്ന് നിൽക്കുകയും തൻ്റെ ആവശ്യങ്ങൾ അവിടെ തൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ അത് സമർപ്പിക്കുകയും ദൈവത്തിൽ നിന്നും യേശു തമ്പുരാനിൽ നിന്നും ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇത് റൂത്തിലും നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നു. താൻ പുറജാതിക്കാരി, അയ്യോ ഞാൻ പുറജാതിക്കാരി, ഞാൻ ഇതിനൊന്നും യോഗ്യയല്ല എന്ന് പറഞ്ഞ് റൂത്ത് മാറി നിൽക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് റൂത്ത് അവിടെ പോകുവാനും താൻ വരുന്നതെല്ലാം നേരിടുവാൻ തക്കോണം ഉള്ള ആ ഒരു സ്ഥിരത, ഒരു ധൈര്യം, ഇതാണ് നമുക്ക് മാതൃകയായി സ്വീകരിക്കേണ്ടത്. റൂത്തിന്റെ ഈ ക്വാളിറ്റീസ് ആണ് നമ്മൾ മാതൃകയായി സ്വീകരിക്കേണ്ടത്. ഓക്കെ, ഇത് കണ്ടപ്പോൾ ഈ ഒരു സ്ഥിരത, ഈ ഒരു ഡിറ്റർമിനേഷൻ, സർവോപരി ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടെ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും കരുതും എന്നുള്ളത് ഈ 2-ാമത്തെ അധ്യായത്തിലൂടെ അത് നമുക്ക് വളരെ വ്യക്തമായി ലഭിക്കുകയാണ്. സോ റൂത്തിന്റെ ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ്? വളരെയേറെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, വിനീതയായിരുന്നു. ഷീ വാസ് വെരി ഹംബിൾ, ഷീ വാസ് റെസ്പെക്ട്ഫുൾ. മറ്റുള്ളവരെ ആദരിക്കുന്നു, അവർക്ക് അർഹപ്പെട്ട ആദരവ് റൂത്ത് നൽകുകയും, ആൻഡ് ഷീ വാസ് ലോയൽ. ഓക്കെ, ഇതാണ് റൂത്തിന്റെ ക്വാളിറ്റീസ്. നേരെ മറിച്ച് ബോവാസിലേക്ക് നോക്കുമ്പോൾ വി ഫൈൻഡ് ബോവാസ് ഓഫറിംഗ് പ്രൊട്ടക്ഷൻ, വി ഫൈൻഡ് ബോവാസ് ഗിവിംഗ് ഓൾ ദ പ്രൊവിഷൻ ഫോർ റൂത്ത് ടു സ്റ്റേ ദർ, ടു ഹാവ് ദ ഫുഡ് ആൻഡ് എവറിത്തിങ്. ഈസ് മേക്കിംഗ് എ കംഫർട്ടബിൾ. അല്ലേ? അവിടെ ഒരു പുറജാതിക്കാരിയാണ് എന്ന് പറഞ്ഞ് അവിടെ തള്ളിവിടുകയല്ല, നേരെ മറിച്ച് റൂത്തിനെ അവിടെ കംഫർട്ടബിൾ ആക്കുകയാണ്. താൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം നൽകി. അത് മറ്റൊരു ഇടമല്ല, തൻ്റെ സ്വന്തം ഇടമാണ് എന്നുള്ളത് ബോവാസ് അവിടെ ഉറപ്പുവരുത്തുന്നു.
അതുപോലെ തന്നെ ഒരു പുറജാതിക്കാരിയെ ഉൾക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. യേശു തമ്പുരാനും ഇത് തന്നെയാണ്. എല്ലാവിധ വേർപാടുകളും, സ്വജാതീയരും വിജാതീയരും എന്നുള്ള എല്ലാവിധ വേർപാടുകളും യേശു തമ്പുരാൻ അത് പൊളിച്ചെഴുതുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കീ പോയിന്റ്സ്, അതിലേക്ക് നമ്മൾ വരാം. ലാസ്റ്റിൽ നമുക്ക് ആ കീ പോയിന്റ്സ് ഒന്ന് നോക്കാം. ഇതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ, റൂത്ത് തിരികെ എന്ത് ചെയ്തു ആ ഭക്ഷണത്തിന് ശേഷം എന്നുള്ളത് ഒന്ന് വായിക്കാം. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റയിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുതെന്ന് കൽപ്പിച്ചു. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറ യവം ഉണ്ടായിരുന്നു. അവൾ അത് എടുത്തും കൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കിക്കൊണ്ടുവന്നത് അമ്മായിയമ്മ കണ്ടു. താൻ തിന്ന് ശേഷിച്ചിരുന്നതും അവൾ എടുത്ത് അവൾക്ക് കൊടുത്തു. അമ്മാവിയമ്മ അവളോട്, നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കിയത്? എവിടെയായിരുന്നു വേല ചെയ്തത്? നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. താൻ ഇന്ന ആളുടെ അടുക്കലായിരുന്നു വേല ചെയ്തതെന്ന് അവൾ അമ്മാവിയമ്മയോട് അറിയിച്ചു. ബോവസ് എന്നൊരു ആളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്തത് എന്ന് പറഞ്ഞു. നൊവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്നും നൊവോമി അവളോട് പറഞ്ഞു. എന്റെ ബാല്യക്കാർ കൊയ്ത്തെല്ലാം തീർക്കുവോളം അവരോട് ചെന്നിരിക്കെ എന്നുകൂടെ അവൻ എന്നോട് പറഞ്ഞു എന്ന് മോവാബി സ്ത്രീയായ രൂത്ത് പറഞ്ഞു. നൊവോമി തന്റെ മരുമകളായ രൂത്തിനോട്, മകളെ, വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവന്റെ ബാല്യക്കാരത്തികളോട് കൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവസിന്റെ ബാല്യക്കാരത്തികളോട് ചേർന്നിരിക്കുകയും അമ്മാവിയമ്മയുടെ കൂടെ പാർക്കുകയും ചെയ്തു. യെസ്, അതോടുകൂടെ ആ രണ്ടാമത്തെ അധ്യായം നമുക്ക് ഒരു ക്വിക്ക് റീക്യാപ്പ്. ഈ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒരു മുഴുവൻ സമ്മറി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, വീണ്ടെടുപ്പുകാരനായ ഒരു ക്രിസ്തുവിനെ നമുക്ക് ബോവാസിലൂടെ കാണുവാൻ തക്കോണം സാധിക്കുന്നു. അതോടൊപ്പം തന്നെ റൂത്തിന്റെ ആ ഒരു സ്ഥിരത, റൂത്തിന്റെ ആ സ്ഥിരമായ ഒരു വിശ്വാസം, ആ ദൈവത്തിലുള്ള ആ ഉറപ്പ്, ആ ഒരു വിശ്വാസം, അതോടുകൂടെ ആ ഒരു പ്രത്യാശഭരിതമായ ആ ഒരു കാഴ്ചപ്പാട്, ഇവയെല്ലാം റൂത്തിന് വളരെയേറെ അനുഗ്രഹപ്രദമായി. അവൾ അങ്ങനെ മുൻപോട്ട് പോയി, ദൈവം അവളുടെ കൂടെ ഉണ്ടായിരുന്നു, അവളെ വഴി നടത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. റൂത്തിന്റെ എല്ലാവിധ ക്വാളിറ്റീസും അത് ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ബോവാസ് സർവ്വതയും ഉൾക്കൊള്ളുകയും റൂത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കി, തൻ്റെ ജോലിക്കാരിലൂടെ റൂത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയും റൂത്തിനെ തള്ളിക്കളയാതെ റൂത്തിനെ സ്വീകരിക്കുകയും റൂത്തിന് വേണ്ടുന്നതായ എല്ലാവിധ കരുതൽ അവിടെ നൽകി ബോവാസ് യേശുക്രിസ്തുവിന്റെ ഒരു മുൻകുറിയായി അവിടെ നമ്മുടെ മുൻപാകെ നിൽക്കുന്നു. ഈ ഭക്ഷണം കഴിച്ചത്, അവിടെ ഭക്ഷണം കഴിക്കുന്നു അല്ലെ? ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ്? ആ അപ്പത്തെ അതിൽ മുന്തിരിച്ചാറിൽ മുക്കുവാൻ തക്കോണം പറയുന്നു. ഇത് വിശുദ്ധ കുർബാനയുടെ ഒരു മുൻകുറിയായിട്ട് പിതാക്കന്മാർ ഇതിനെ കാണുന്നു എന്നുള്ളതുമാണ്. ഓക്കെ, ഇത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട്. വിശുദ്ധ കുർബാനയായിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ ബോവാസ് റൂത്തിന്റെ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ വിശുദ്ധ കുർബാനയുടെ സൂചന എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് അവിടെ പറയുവാൻ തക്കോണം സാധിക്കുന്നു. അതൊന്ന് നോട്ട് ചെയ്തോണം. റൂത്ത് ഒരു അപരിചിതയാണെങ്കിലും മറ്റുള്ളവര് അവരെ ബോവാസ് അവരെ കരുതുകയും എപ്രകാരമാണ് അത് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ കാണുകയും, അതേപോലെ തന്നെ പുതിയ നിയമത്തിലെ കനാന്യകാരി സ്ത്രീയെ ആയിട്ട് നമുക്ക് ഇത് ഉപമിക്കുവാൻ തക്കോണം സാധിക്കുന്നു. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോണം.
റൈറ്റ്. ഇനി നമ്മുടെ ജീവിതവുമായിട്ട് ഇതൊന്ന് റിലേറ്റ് ചെയ്യണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വളരെ ടച്ചിങ് ആയിട്ടുള്ളതാണ് ഈ 2-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് 2 മിനിറ്റിൽ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ ദൈവം തമ്പുരാന്റെ ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ തക്കോണം നമ്മെ കൊണ്ട് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം നാം ഒരു മിയർ കോയിൻസിഡൻസ് ആയിട്ട് നാം കരുതുകയും അല്ലെങ്കിൽ അത് തള്ളിവിടുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഓർക്കുക, ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവം തമ്പുരാന്റെ ഒരു കരുതൽ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം, വ്യക്തമായ ബോധ്യം നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ബോവാസിൽ കാണുന്ന ബോവാസിന്റെ ആ ഒരു വ്യക്തിത്വം, അത് നാമും സാംശീകരിച്ച് ആ ഒരു കരുതൽ, മറ്റുള്ളവരോടുള്ള ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം എപ്പോഴും നാം പ്രകടിപ്പിക്കണം. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥമായ വിളി എന്ന് പറയുന്നത്. അതാണ് മറ്റുള്ളവരെ കരുതുക, മറ്റുള്ളവരെ ഉൾക്കൊള്ളുക, അവർക്ക് വേണ്ടുന്നതായ എല്ലാവിധ താങ്ങും തണലുമായിരിക്കുക എന്നുള്ളതാണ്. സഹോദരനെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. അത് ബോവാസ് അവിടെ വ്യക്തമാക്കുന്നു. ബോവാസ് അവിടെ വ്യക്തമാക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ മുൻകുറിയായിട്ടാണ് കാണുന്നത്, അല്ലേ? അത് യേശുക്രിസ്തു നമുക്ക് കാട്ടി തന്ന ലക്ഷണങ്ങളാണ്. തൻ്റെ സ്വഭാവത്തിലൂടെ എപ്രകാരമായിരിക്കണം ഒരു ക്രിസ്ത്യാനി എന്ന് ജീവിതത്തിലൂടെ അത് ജീവിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ മക്കളായ നാം ഓരോരുത്തരും കേവലം നാമം കൊണ്ട് ക്രിസ്ത്യാനികളായി ജീവിക്കുകയല്ല, നേരെ മറിച്ച് അതിനനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളത് ബോവാസ് നമുക്ക് കാട്ടിത്തരുന്നു. ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ ഒരു സ്ത്രീ എപ്രകാരമാണ് റൂത്തിനെ ആസ്പദമാക്കി, അല്ലെ റൂത്തിനെ ഒരു മോഡലായിട്ട് വെച്ചുകൊണ്ട് എപ്രകാരമാണ് ഒരു സ്ത്രീ ജീവിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ഈ അധ്യായത്തിലൂടെ അത് കാട്ടിത്തരികയാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ സകലതും സമർപ്പിച്ച് അതിനനുസൃതമായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്ന് നമ്മെ വഴി നടത്തും എന്നുള്ളത് വളരെ വ്യക്തമായി ഈ വേദഭാഗത്തിലൂടെ നമുക്ക് റൂത്തും ബോവാസും കാണിച്ചു തരികയാണ്. അപ്പോൾ നവോമി അവരെ ആശീർവദിക്കുന്നു. ആ ആശീർവാദം പേറിക്കൊണ്ട് തുടർന്ന് റൂത്ത് ബോവാസിന്റെ വയലിലേക്ക് പോകുന്നു. അതാണ് 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നത്. ഈ 2-ാമത്തെ അധ്യായം റൂത്ത് ബോവാസിന്റെ വയലിലേക്ക് പോയി. പെട്ടെന്ന് റീക്യാപ്പ് നടത്താം. ബോവാസിന്റെ വയലിലേക്ക് പോയി. റൂത്താണ് പറയുന്നത്, ഞാൻ വയലിലേക്ക് പോകുന്നുവെന്ന്. റൂത്ത് ദൈവത്തിന്റെ ഇടപെടൽ മൂലം തന്നെ ആ ബോവാസിന്റെ വയലിൽ തന്നെ എത്തിപ്പെട്ടു. ബോവാസ് ഇതാരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, റൂത്തിനെ കുറിച്ച് അവർ വിശദീകരിക്കുന്നു. ബോവാസ് അവരോട് വേണ്ടുന്നതായ നിർദ്ദേശങ്ങൾ നൽകുന്നു. റൂത്തിനെ ആ വയലിൽ പണിയെടുക്കുവാൻ തക്കോണം പറയുന്നു. അതിനുശേഷം റൂത്തിന് ഭക്ഷണത്തിനിരിക്കുന്നു. ഭക്ഷണത്തിൽ അത് വിശുദ്ധ കുർബാനയെ അത് സൂചിപ്പിക്കുന്നു. അതിനുശേഷം റൂത്ത് മടങ്ങി നവോമിയുടെ അടുക്കൽ ചെല്ലുന്നു. നവോമിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ കാര്യങ്ങളെല്ലാം റൂത്ത് അവിടെ വിശദീകരിക്കുന്നു. അതിനുശേഷം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത് വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ എലിമലേക്കിന്റെ ചർച്ചക്കാരനാണ് എന്ന് പറയുകയും നീ തുടർന്ന് അവിടെ തന്നെ പോവുക എന്ന് റൂത്തിനോട് അവിടെ പറയുകയും ചെയ്യുന്നു. ബോവാസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബലം, ശക്തി. ബോവാസ് എന്ന വാക്കിന്റെ അർത്ഥം ശക്തി. അതിന് മുൻപ് നിങ്ങളെ പഠിപ്പിച്ചതാണ് റൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് ഒന്ന് ഷിനോച്ചനാ പഠിപ്പിച്ചത്. എന്തോ അപ്പൊ നവോമി എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷം. ഈ വാക്കുകളുടെ അർത്ഥം ഒന്ന് ഓർത്തുകൊള്ളുക. അതിനനുസൃതമായി ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ജീവിതത്തിൽ
തന്നെയാണ് അവർ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് എന്നുള്ളത് നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഓക്കെ, അതിലൂടെ ഈ 2-ാമത്തെ അധ്യായം അവിടെ അവസാനിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഹീബ്രൂസ് വായിച്ചത് അത്രയും തിയോളജിക്കൽ ആയിട്ടോ ഒന്നും തന്നെയില്ല. ഒരു കഥ എന്ന രൂപേണ ഇതെല്ലാം ഓർത്തു വെക്കാം. ഇതിലെ വാക്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ഡയലോഗ് എന്ന രീതിയിൽ ഈ വാക്കുകളും ഇതെല്ലാം നമുക്ക് വാക്യങ്ങൾ ഇതെല്ലാം ഓർത്തു വെക്കാൻ തക്കോണം അത് സാധിക്കുന്നു എന്നുള്ളതാണ്. ജനറൽ ക്വസ്റ്റ്യൻസിൽ ഈ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഇടപെടലുകൾ സാധാരണ ജീവിതത്തിൽ എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ റൂത്തിന്റെ സ്വഭാവ സവിശേഷതയിലൂടെ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് വെല്ലുവിളികളെ നേരിടുന്നത് ഇത്യാദി ചോദ്യങ്ങൾ ആണ് അത് വരുന്നത്. അപ്പോൾ ഈ റൂത്തിന്റെ ക്വാളിറ്റീസ് പറയുക, പ്രസ്തുത കാലഘട്ടത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്, ഈ ക്വാളിറ്റീസ് വെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എങ്ങനെയാണ് വെല്ലുവിളികൾ നേരിടുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവിടെ പറയുകയും ചെയ്യാം. ഓക്കെ, ഓൾ ഗുഡ്. ദൈവം തമ്പുരാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വിഷയം ഈ പ്രാവശ്യം പ്രത്യേകിച്ച് റൂത്തും എസ്തറും ഇത് പരീക്ഷ എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വഴികാട്ടിയായിരിക്കട്ടെ. റൂത്തും എസ്തറും നമുക്ക് വഴികാട്ടിയായിരിക്കട്ടെ, ഏറ്റവും ശ്രേഷ്ഠമായ മോഡൽസ് ആയി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവരെയും കാണാനും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കോണം ഈ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട ഷിനു അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും, ഇത്രയും നേരം ശ്രമിച്ചിരുന്ന എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നു.